വല്യമ്മ, എനിക്ക് ക്ഷമയെ കുറിച്ചിട്ടൊരു ചോദ്യം ചോദിക്കാണ്ട്. ചിലപ്പോ നമുക്ക് ക്ഷമിക്കാൻ കഴിയാറില്ലല്ലോ, അതെന്തുകൊണ്ടാ? എന്റെ പൊന്നുമോളെ, ക്ഷമ എന്ന് പറയണതേ ഏറ്റവും വലിയ ഡിവൈൻ ക്വാളിറ്റിയാണ്. അതായത് ദൈവലക്ഷണമാണ് ക്ഷമ. ക്ഷമിക്കാൻ എല്ലാവർക്കും പറ്റില്ല. ഒരുപാട് ശക്തിയുള്ളവർക്കാണ് പറ്റുള്ളൂ ക്ഷമിക്കുക. അപ്പൊ ഭഗവാൻ അർപ്പിക്കേണ്ട പുഷ്പം നമ്മള് അമ്പലത്തിൽ പോയിട്ട് കുറെ പൂക്കളും കൊണ്ട് നമ്മൾ പൂജിച്ചിട്ടൊന്നും കാര്യമില്ല ബേബി. ക്ഷമാപുഷ്പമാണ്. നമുക്ക് എത്ര ക്ഷമിക്കാൻ കഴിയണോ? ക്ഷമിക്കാൻ കഴിയുന്നവനെ ക്ഷമിക്കപ്പെടാനുള്ള അർഹതയുള്ളൂ ബേബി. ഓക്കെ, ക്ഷമിക്കുന്നവർക്ക് ക്ഷമിക്കപ്പെടാനുള്ള അർഹതയുണ്ട്. അപ്പൊ ഈ ക്ഷമ എന്നുള്ള ഒരു ദൈവികമായിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള ഒരു ഗുണം നമ്മൾ ആ ഒരു അനുഭവത്തിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഭൂമിയിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഞാൻ ക്ഷമിക്കില്ല, ക്ഷമ എന്നുള്ളത് എന്റെ നെഗണ്ടുവിലില്ല, ക്ഷമിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കാരം കൊണ്ട് നമ്മൾ വെല്ലുവിളിക്കുമ്പോളെ. അപ്പോ ഇന്ന് നമ്മൾക്ക് സകല സൗകര്യപ്രദമായിട്ട് നമ്മൾ ഈ ജന്മം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സോൾ പ്ലാനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ജന്മം ഞാൻ ക്ഷമ പഠിച്ചോളാം. അതിനുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മളിവിടെ കൊണ്ടുവരിക. അതായത് വീട്ടില്, കുടുംബത്തില്, നമ്മളുടെ കുടുംബത്തിലുള്ള മറ്റ് കുടുംബാംഗങ്ങള്, ബ്ലഡ് റിലേഷൻസ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സഹപാഠികള്, കോളേജ് സ്റ്റുഡൻസ്, അതേപോലെ നമ്മളൊരു ഓഫീസിൽ പണിയെടുക്കുമ്പോൾ, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒക്കെ നമ്മൾക്ക് ക്ഷമ ഞാൻ പഠിച്ചോളാം, ക്ഷമിക്കാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനുള്ള അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടാ വരാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ മായയിൽ പെട്ടിട്ട് എനിക്കൊന്നും ക്ഷമിക്കാൻ പറ്റില്ല, ഞാനൊന്നും ക്ഷമിക്കില്ല, പോയി പണിയൊക്കെ പറന്ന് പറയില്ലേ, അങ്ങനെയുള്ളവർ എങ്ങനെ വരാന്നറിയോ കുഞ്ഞാ? അടുത്ത ജന്മം ഉണ്ടല്ലോ, ഈ ക്ഷമ എന്നുള്ള ഡിവൈൻ ക്വാളിറ്റീസ് പഠിക്കാൻ വേണ്ടി വന്നിട്ടും അതിനെ ദുർവിനിയോഗം ചെയ്തത് കൊണ്ടും അതിനെ അവഗണിച്ചത് കൊണ്ടും അതിനെ പഠിക്കാതെ ഇവിടുന്ന് പോയത് കൊണ്ടും ഈ സോൾ എന്ത് ചെയ്യാറിയോ? പോസ്റ്റ്പോൺ ചെയ്തല്ലോ. ഇന്ന് പഠിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ കളിച്ചു നടക്കുന്ന പോലെ, കോളേജിൽ പഠിക്കാൻ പോയിട്ട് നമ്മൾ കളിച്ചു നടന്നു കഴിഞ്ഞാൽ തോൽക്കില്ലേ ബേബി? തോറ്റു കഴിഞ്ഞാൽ എഗെയിൻ പരീക്ഷ എഴുതണ്ടേ? അതേപോലെ തന്നെ കുഞ്ഞാ, നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ടുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള ആൾക്കാരെ സ്വന്തം കുടുംബത്തിലും നമ്മൾ എവിടെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ പണിയെടുക്കോ, എവിടെയൊക്കെ നമ്മൾ ജീവിക്കോ, അവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വരേണ്ടി വരും. അതായത് ഇന്നത്തെ 10 ഇരട്ടി തീവ്രമായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ക്ഷമ എന്നുള്ള ഡിവൈൻ ക്വാളിറ്റി, അതായത് ദൈവീക ലക്ഷണം, ഗുണത്തെ സമപാർജന ചെയ്യാൻ വേണ്ടിയിട്ട്, ആത്മാവില് ആ ഒരു ജ്ഞാനത്തെ, ആ ഒരു ഗുണത്തെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അതായി മാറാൻ വേണ്ടിയിട്ട്, ക്ഷമാപുഷ്പമായി മാറാൻ വേണ്ടിയിട്ട്, ക്ഷമിച്ചത് കൊണ്ടുള്ള സർവ്വ ലാഭങ്ങളും അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രൂരമായിട്ടുള്ള പരിസ്ഥിതികളെ ഏർപ്പാട് ചെയ്തിട്ട് വീണ്ടും വരേണ്ടി വരും. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ജന്മത്തിൽ തന്നെ ഉള്ള പരിസ്ഥിതികളിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരോട് ക്ഷമിച്ച്, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അതൊക്കെ എല്ലാത്തിനെയും ക്ഷമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കുള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നത സ്ഥിതിയിലേക്ക് പോകാൻ പറ്റൂ. ക്ഷമിക്കാൻ കഴിയാത്ത വ്യക്തി എപ്പോഴും മാറാരോഗ്യമായിരിക്കും. ക്ഷമിക്കാൻ കഴിയാത്ത വ്യക്തിയുടെ ഉള്ളിൽ വിഷമായിരിക്കും. ആ വ്യക്തി ആ പകയോട് കൂടിയിട്ട് മരിച്ചു പോകുമ്പോ നെക്സ്റ്റ് ജന്മം ജനിക്കുന്നത് എങ്ങനെയായിരിക്കോ? ഈ പകയോടുകൂടി മരിച്ചു പോകുന്ന വ്യക്തി നിമ്നമായിട്ടുള്ള ഒരു ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും. അതായത് അങ്ങനെ ഒരു പാരന്റ്സ്, അങ്ങനെ ഒരു പരിസ്ഥിതികൾ, അങ്ങനെ ഒരു കുടുംബം, അതിലേക്ക് ജന്മം എടുത്തു കഴിഞ്ഞാല് പിന്നെ അങ്ങനെയുള്ള ദാരുണമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. ചെറുപ്പം മുതൽ തന്നെ ഒന്നും അംഗീകരിക്കാനോ ക്ഷമിക്കാനോ പറ്റാത്ത സിറ്റുവേഷൻസിലോട്ട് കൊണ്ട് ഇടും നമ്മളെ. അതായത് നമ്മൾ തന്നെ ഈ ജന്മം ക്ഷമിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ തന്നെയല്ലേ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സ്. ബാഹുബലി ക്രിയേറ്റ് ചെയ്ത രാജമൗലിയേക്കാളും ഫാന്റാസ്റ്റിക് ക്രിയേറ്റേഴ്സ് ആണ് ഓരോ മനുഷ്യനും. നമ്മുടെ ജന്മവും നമ്മുടെ ഈ അനുഭവങ്ങളൊക്കെ നമ്മളാ സൃഷ്ടിച്ചു വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഐ ക്രിയേറ്റ് മൈ ഓൺ ഡെസ്റ്റിനി, ഐ ക്രിയേറ്റ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഓക്കെ ബേബി. അപ്പോ പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയി, മായയിൽ പെട്ടിട്ട് അവര് കാരണം ഇവര് കാരണം എന്ന് പറയും. അപ്പൊ ക്ഷമിക്കാനായിട്ട് നമ്മൾ തീവ്രമായിട്ടുള്ള പരിസ്ഥിതി, ഇന്നത്തേക്കാൾ 10 ഇരട്ടി ദാരുണമായിട്ടുള്ള പരിസ്ഥിതി സൃഷ്ടിച്ച് വീണ്ടും വരണോ വേണ്ടേ എന്നുള്ളത് ചിന്തിച്ചോ. അപ്പൊ മോൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചു, പൊന്നു മോളെ, ഈ ജന്മത്തിൽ തന്നെ ക്ഷമിക്കാൻ പഠിച്ചോ. അപ്പൊ നീ ക്ഷമിക്കപ്പെട്ടിട്ട് പ്രകൃതിയുടെ സർവ്വ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിനക്ക് ഉണ്ടായിട്ട്, അതായത് ക്ഷമ എന്താണ്, അതിന്റെ ആ ഒരു ലാഭങ്ങളില്ലേ, അത് പരിമളിച്ചുകൊണ്ടിരിക്കുന്നില്ല നിന്ന്. ഓക്കെ, അപ്പൊ ക്ഷമിച്ചു കഴിക്കാൻ കുറച്ച് സഫറിങ്സ് ഉണ്ടാവും, കുറച്ച് പണിയാണത്. പക്ഷെ ക്ഷമിച്ചു കഴിഞ്ഞാല് നീ ക്ഷമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ബേബി. സർവ്വ സൗഭാഗ്യങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് സരളമായി ഒഴുക്കി തീർക്കേണ്ടത് പ്രകൃതിയുടെ ഡ്യൂട്ടിയാ. എന്നുവെച്ചാൽ പ്രകൃതിക്ക് ക്ഷമയുള്ളവരെയാണ് വേണ്ടത്. ഓക്കെ, ഈസി ടാസ്ക് ബേബി, സൂക്ഷ്മത്തിലെ മോക്ഷം. നിനക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം സർവ്വമംഗളദായകമായി തീരും, നോ ഡൗട്ട്. ഓക്കെ, താങ്ക് യു. ഫാന്റാസ്റ്റിക്.